عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأن محمدا رسول الله. اللهم صل وسلم وبارك على حبيبك أشرف المخلوقات صلاة وسلاما دائمين إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كنتم خير أمة أخرجت للناس. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. لا تزال طائفة من أمتي ظاهرين على الحق حتى يأتي أمر الله. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനമുള്ള ആലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, അല്ലാഹു നമ്മുടെ സംഗമം അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. അടുത്ത കാലത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ കുഞ്ഞംസു നൂറുദ്ദീൻ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ മരുമകൻ സുലൈമാൻ ഉസ്താദിന്റെ മകനുമായ സഖാഫി, ഇവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാലക്കാട് ജില്ല മഹാനായ ടിപ്പു സുൽത്താനിന്റെ പടയോട്ടം കൊണ്ട് ധന്യമാണ്. മഞ്ചംകുളം ഔലിയ, മഹാനായ വീരാൻ ഔലിയ തുടങ്ങിയ ഔലിയാക്കന്മാരുടെ പാദസ്പർശനം കൊണ്ട് ധന്യമാണ്. നിരവധി ആലിമീങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ധന്യമാണ്. മഹത്തായ ഈ മഹാത്മാക്കളുടെ ചുവട് പിടിച്ച് ഇന്നിന്റെ ആലിമീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാവലാൾക്കാർ നടന്ന മഹത്തായ ആദർശ വിശദീകരണത്തിലാണ് നാം ഉള്ളത്. ആദർശ വിശദീകരണം, ആദർശ പ്രചരണം മഹാനായ സംയുക്ത കാവി ബഹുമാനപ്പെട്ട അലി ഉസ്താദ് എത്തിയിട്ടുണ്ട്. അത് പണ്ഡിത ദൗത്യമാണ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ ചുവട് പിടിച്ച് ഈ ദീനിനെ പ്രചരിപ്പിക്കാൻ ഉത്തരവാദിത്വമുള്ള നിരയാണ് ആലിമീങ്ങൾ. ആ മഹത്തായ ദൗത്യം ആവശ്യമായ സമയത്ത് ഏറ്റെടുത്ത അതിശക്തമായതായിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും ആവശ്യമായി വരുന്ന സമയങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ തനത് രൂപം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ കർമ്മപദ്ധതികളും ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് ഈ ഇരിക്കുന്ന പണ്ഡിത നിര നമുക്ക് നേതൃത്വവും നായകത്വവും നൽകുന്ന താജുൽ ഉലമ, ഖമറുൽ ഉലമ തുടങ്ങിയതായിരിക്കുന്ന മഹത്തുക്കളുടെ അതിശക്തമായതായിരിക്കുന്ന
നില. അത് സുന്നത്ത് ജമാഅത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ്. ഈ മഹത്തായതായിരിക്കുന്ന ദൗത്യം അത് പണ്ഡിത ധർമ്മമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഏൽപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ഈ സമൂഹത്തിന്റെ നന്മ അത് കാണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. പരിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. നന്മ ഏതോ അത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്ക് നന്മ കാണിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. നിങ്ങളിൽ 3 ഗുണം നിഴലിച്ചു കാണുന്നുണ്ട്, മികച്ചു നിൽക്കുന്നുണ്ട്. തഅ്മുറൂന ബിൽ മഅറൂഫി, ഒന്ന് നിങ്ങൾ നന്മ കൽപ്പിക്കും. വതൻഹൗന അനിൽ മുൻകരി, വേണ്ടാത്തതെല്ലാം നിരോധിക്കുകയും ചെയ്യും. വതുഅ്മിനൂന ബില്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ നായകനും നാഥനുമായ അല്ലാഹുവിൽ നിങ്ങൾ അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിന് നായകനുണ്ട്, നാഥനുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ നായകന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട് ശ്രമിക്കുകയും ചെയ്യും. ആ മഹത്തായ ദൗത്യത്തിനു വേണ്ടിയാണ് നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഒരാളെയും ആക്രമിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല, ആരെയും മർദ്ദിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരല്ല, പ്പെട്ടവരാണ്. തിന്മയുടെ വശങ്ങൾ ഏതുണ്ടോ അത് മുഴുവൻ നിരോധിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. ഈ കാണുന്ന നിങ്ങൾ അതിന്റെ അനുയായികൾ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ വശമാണ്, നന്മയുടെ വശം മാത്രം. നന്മയുടെ വശം കണ്ടെത്തുകയും അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. തിന്മയുടെ വശം കണ്ടെത്തുകയും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഏറ്റവും താഴെ തട്ടിലുള്ളതായിരിക്കുന്ന വിദ്യാർത്ഥി വിങ്ങുണ്ട്, അതിനേക്കാൾ ഉയർന്നതായ യുവാക്കന്മാരുടെ നിരയുണ്ട്, അവരെ നിയന്ത്രിക്കാൻ പണ്ഡിത നിരയുണ്ട്. ഈ സമൂഹത്തിലെ കൊച്ചുമക്കളെ പ്രാപ്തരാക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി മുഅല്ലിമീങ്ങളുടെ നിരയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായതായിരിക്കുന്ന നിരകൾ നാം സജ്ജീകരിക്കുകയും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നാം വളരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും വിളയുള്ള സ്ഥലങ്ങളിലെല്ലാം കള വളരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും കളയില്ല, വിളയുണ്ടാകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിനെ നശിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ളായിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടാവും. കായ്ക്കുന്ന മരത്തിലേക്ക് കല്ലെറിയപ്പെടും. പക്ഷേ ആ മരത്തിന്റെ സ്വഭാവമുള്ളത് യുർമി യാനി അസ്സമരി, നല്ല പഴുത്ത പഴം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. നല്ല പഴമുള്ളതായിരിക്കുന്ന മാവിലേക്ക് കല്ലെറിഞ്ഞാൽ തിരിച്ചു കല്ലുകൊണ്ടല്ല അത് പ്രതികരിക്കുന്നത്, നല്ല പാകമായ പഴുത്ത മധുരമുള്ളതായിരിക്കുന്ന പഴം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ മഹത്താക്കുന്ന സാരി അക്രമിക്കാൻ വേണ്ടി തിരിയുമ്പോൾ ഇതിലെ അംഗങ്ങളെ അവശരായതുകൊണ്ടല്ല, അക്രമത്തിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടല്ല, കരുത്തില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സ്വഭാവം പ്രതികരിക്കുന്ന സമയത്ത് ആക്രമിക്കുന്ന സ്വഭാവത്തിലല്ല, മറിച്ച് ഇങ്ങോട്ട് ആക്രമണം തിരുനൽക് മഹത്വം നാം എപ്പോഴും അവലംബിക്കുന്നത്. അതുകൊണ്ടാണ്
ഈ ലോകത്ത് നന്മ വളരുക. അതുകൊണ്ടാണ് ശാന്തി ഉണ്ടാകുക. നാം വിസ്മരിക്കാറില്ല. ലാ യുമിനു അഹദുകും ഹത്താ യഅ്മന ജാറുഹു വവായിഖഹു. അയൽക്കാരൻ സമാധാനത്തോടുകൂടെ അഞ്ചുറങ്ങാതെ ആ വീട്ടുകാരനിക്ക് മൂമിനായതായിരിക്കുന്ന ഒരാൾക്ക് വിശ്വാസിയാണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അയൽക്കാരൻ എപ്പോഴും ശാന്തനായിരിക്കണം. തന്നെക്കുറിച്ചുള്ളായിരിക്കുന്ന ഭീതി ഉണ്ടാകാൻ പാടില്ല. താൻ ആക്രമിക്കുമോ എന്നുള്ള തോന്നൽ ഉണ്ടാകാൻ പാടില്ല. താൻ കടന്നുകയറ്റം ചെയ്യുമോ എന്നുള്ള പേടി ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അദ്ദേഹം മൂമിനാണ്, അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹം നമ്മെ ആക്രമിക്കുകയില്ല എന്ന തോന്നൽ പരിപൂർണമായി ഉണ്ടാവുമ്പോൾ മാത്രമേ ഇസ്ലാമിന്റെ അനുയായികൾ പൂർണ്ണമായി മൂമിനാണെന്ന് അവകാശപ്പെടാൻ കഴിയൂ. ഇത് പഠിപ്പിക്കുന്നത് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതായിരിക്കുന്ന സഹപ്രവർത്തകരോട്, കൂട്ടുകാരോട് ഉണർത്താനുള്ളത്, ഉപദേശിക്കാനുള്ളത്, ആവശ്യപ്പെടാനുള്ളത്, ആരേത് വിധത്തിലായിരിക്കുന്ന അക്രമങ്ങൾ ഉണ്ടാകുമ്പോഴും നാം നമ്മുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം നാം പാലിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോൾ വിജയം നമുക്ക് സുനിശ്ചിതമായിരിക്കും. നമ്മിൽ അധിഷ്ഠിതമായ, അർപ്പിതമായ, നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട മഹത്തായിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് നമുക്ക് സമാധാനിക്കാനും കഴിയും. ഈ ഒരു രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാൻ സർവശക്തനായതായിരിക്കുന്ന റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയും ഉണർത്തുകയും ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുപേരിൽ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.